രാവിലെ തന്നെ നേരം എടുത്തു. സമയം ഏറെക്കുറെ 11 മണിയാകാറായി. എന്താല്ലേ വാട്ട് എ ലൈഫ്. എണീറ്റ് ഉടനെ തന്നെ ബെഡ് അങ്ങോട്ട് മേക്ക് ചെയ്തു. അതൊരു ശീലമാണ്. പണ്ട് ഉമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട് ബെഡൊക്കെ അലങ്കോലാക്കി ഇടുന്നതിന്. പിന്നെ നേരെ പല്ലുതേപ്പ് മുഖം ഫ്രഷാക്കാമെന്ന് പറഞ്ഞു. ഒരു ചെറിയ സ്കിൻ കെയർ റുട്ടീനും ചെയ്തു. ഗൗരി എന്ന എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത സിറമാണ്. ഷീസ് എ യൂസ് നയാസിനമൈഡ് ഈസ് റിയലി ഗുഡ് ഫോർ യുവർ സ്കിൻ. ഷീസ് എ ഡോക്ടർ. പിന്നെ വേറൊന്നും നോക്കില്ല, അങ്ങോട്ട് മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നേരെ കിച്ചണിൽ പോയി പലതും വെച്ചുണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. ഗുഡ് മോർണിംഗ്. പണ്ടൊക്കെ വീട്ടുകാർ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ വില അറിഞ്ഞില്ല. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. ഇപ്പോൾ ദാ ഇവിടെ സവാളി ഒരു രീതി. അങ്ങനെ നട്ടുച്ചയ്ക്ക് ചായ കൂടി വിത്ത് കുശലം പറിച്ച് ഓരോരോ ശീലങ്ങളെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രഞ്ച്. അവലുപ്പുമാവ് വിത്ത് ചിക്കൻ കറി ആൻഡ് മുട്ട. അങ്ങനെ കുറച്ച് നേരം ചില്ല് ചെയ്തതിന് ശേഷം വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ചു. കുറച്ച് റാൻഡം വർക്കൗട്ട്സാണ്, പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. ശരീരം അനങ്ങണമല്ലോ, അത് നിർബന്ധമാണ്. പിന്നെ വീണ്ടും ഫുഡ് വയ്ക്കാൻ കയറി. ചോറും കോളിഫ്ലവറും കായത്തോരനും പിന്നെ ടൂണയും. അതാണ് ഇന്നത്തെ 4:30 മണി ഫുഡ്. ഈവനിങ് ഒന്ന് പുറത്തു പോകാമെന്ന് വെച്ചു. മെയിൻ റീസൺ പുട്ടും കടലക്കറിയാണ്. പോണ വഴിക്ക് അസ്തയിലോട്ടൊന്ന് കയറി. വി ബോട്ട് സം ഗ്രോസറീസ്. പിന്നെ തൊട്ടടുത്തുള്ള മലയാളി ഷോപ്പിൽ നിന്ന് സാധനം കിട്ടി. ആഹാ, ഹാപ്പി ഡേയ്സ്. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വിട്ടു. ഒരു കുളി അങ്ങ് പാസ്സാക്കി. ഫുഡും ചൂടാക്കി അങ്ങ് കഴിച്ചു. ആഹാ, അന്തസ്. ഇന്ന് ഇത്രയൊക്കെ ചെയ്തപ്പോൾ തന്നെ ആകെ ടയേർഡായി. അപ്പോൾ ഗുഡ് നൈറ്റ്.